ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്ഷി കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. റവ കേസരി. ഇത് വെറും 10 മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേസരിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. റവ കേസരി തയ്യാറാക്കാനുള്ള പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിനു വേണ്ടിയിട്ട് 1 കപ്പ് നെയ്യ് വേണം. ആദ്യം കുറച്ച് നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യുടെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പകുതി നെയ്യ് എടുത്തിട്ട് ബാക്കി വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്താൽ മതിയേ. അപ്പം നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് വറുത്തെടുക്കാം. കാഷ്യൂനട്ടിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആകുമ്പോൾ ഈ ഉണക്കമുന്തിരിയും കൂടി ഇട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇത് രണ്ടും വറുത്തെടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേക അളവില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കേസരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വറുത്ത് എടുക്കണം. ഇനി ഈ നെയ്യിലോട്ട് തന്നെ റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഈ റവ നല്ലോണം വറുത്തെടുത്താലേ കേസരി പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളേ. എന്നാൽ റവയുടെ കളർ ചേഞ്ച് ആവാനും പാടില്ല. അതുപോലെ ചെറിയ തേയിലിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. അപ്പോൾ നമുക്കിത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. റവ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ 2.5 കപ്പ് വെള്ളം തിളപ്പിച്ചെടുത്തതാണ്. ഇനി ഇത് കുറേശ്ശെ ഒഴിച്ചിട്ട് കട്ട കെട്ടാതെ നമുക്ക് ഇളക്കിയെടുക്കാം. തിളച്ച വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ, തണുത്ത വെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. ഇനി ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. തീ കുറച്ച് വെച്ച് വേണേൽ ചെയ്യാൻ. റവയിലെ വെള്ളമൊക്കെ വറ്റി റവ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. റവ വെന്തതിന് ശേഷം മാത്രമേ പഞ്ചസാര ചേർത്ത് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇപ്പം മധുരം കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ഇളക്കി കൊടുക്കാം. ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരണം. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഏലക്കയും പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് പൊടിച്ചതാണ്. ഇപ്പോൾ ഏലക്കയ്ക്ക് പകരം വേണമെങ്കിൽ 1 ഡ്രോപ്പ് റോസ് എസൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് സ്വല്പം കേസർ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളർ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി 1 കപ്പിൽ നിന്ന് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന നെയ്യില്ലേ, അത് കൂടി ചേർത്തിട്ട് ഇളക്കിയെടുക്കാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. റവ കേസരി ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഷെയറും ചെയ്യുക. ഇനി മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം.